നാട്ടിലിപ്പോൾ ഇടിയോടുകൂടി നല്ല മഴയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചുമ്മാ കസേരയിരുന്ന് കറങ്ങി ഇരുന്ന് മുഷിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് പോകുന്നു. പുറത്തൊരു മലയാളി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കോഴിക്കോട് 3 ഇക്കാമാരാണ് അത് നടത്തുന്നത്. ഇനി വരുന്ന 2 വർഷം ഇവിടുന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കാനും എന്തൊക്കെ അനുഭവങ്ങളാണോ ഉണ്ടാവുന്നത് ഒന്നും അറിയില്ല. അങ്ങനെ ഷോട്ട് എടുക്കുന്നതിൽ ഒരു വ്യത്യസ്തത വരുത്താൻ പറ്റും. അങ്ങനെ കടയിലെത്തിയപ്പോഴത്തേക്കും കട അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയി. ഇനി വൈകുന്നേരം ഇറങ്ങാം. അങ്ങനെ വൈകുന്നേരം ഇറങ്ങി ഇവിടുത്തെ ഡസ്റ്റ്ബിൻ ഉണ്ട്. നല്ല വൃത്തിയാണ് ഇവിടുത്തെ ഡസ്റ്റ്ബിൻ. അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി ഇറങ്ങി. ഇവിടെ അടുത്തൊരു ആർക്കുണ്ട്. അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞ് പോയതാണ്. ചെന്നപ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്തിരിക്കുന്നു. കാര്യം ഇവിടെ റിയാദ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി അത് മുകളിൽ അതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിന് വേണ്ടി അത് തുറക്കത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഈ മാളിൽ കയറി. എന്തോരം വലിയ പാർക്കിംഗ്, എന്തോരം വലിയ മാളാന്ന് അറിയാം. ഇതേപോലെ അണ്ടർഗ്രൗണ്ടിൽ 2 നിലയ്ക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഈ പാർക്കിംഗ് തന്നെ. അങ്ങനെ തിരിച്ച് മാളിലേക്ക് കയറി. ഇവിടെ ഈ വീക്കെൻഡ്സിലെ ഈ മാളിൽ നല്ല തിരക്കുണ്ടാവുന്നതാണ് പറഞ്ഞത്. R&B കൊച്ചി ലുലുവിലെ R&B അങ്ങോട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ തിയേറ്റർ ആണ് ഇത്, ബോക്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറെ സിനിമകൾ അവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് നടന്ന് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. കയറിയപ്പോൾ തന്നെ 17 Pro Max തക്കാളിയെ കണ്ട് 1 കൊല്ലം 3 ഇങ്ങനെ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ കുഞ്ഞൻ തക്കാളിയൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫിഷിന്റെ ഇതാണ് സാൽമൺ. ഞാൻ പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ. ഉത്സവത്തിനുള്ള ബലൂൺ ഇതിനകത്തും കിട്ടും കേട്ടോ. പിന്നെ 8 കുതിരകൾ, 1 കുതിരക്കാരൻ. തിരിച്ച് പോകുന്ന വഴി കണ്ട G-Wagon. ഇതൊക്കെ കാണുമ്പോൾ കാശിയാറിനാണ് ഒരു കൊതി തോന്നുന്നു. ഇനിയിപ്പോൾ നൈറ്റ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാൻ കരുതി. അന്ന് രാവിലെ കഴിച്ച ആ കടയിൽ തന്നെ പോയി റൊട്ടിയും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകാൻ പോയി. അപ്പോൾ ശരി, കാണാം.